മറ്റൊരു വിഷയമായിക്കൊണ്ട് നമുക്ക് എടുക്കാനുള്ളത് എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ് ഈ സ്ക്രീൻ ഒരു സ്ക്രോളിങ് ചെയ്തുകൊണ്ട് റീൽസ് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ തിന്മകൾ ഇങ്ങനെ കണ്ട് പിന്നീട് അശ്ലീലതയിലേക്കും അഡിക്ഷനിലേക്കും പിന്നെ അതല്ലാത്ത രീതിയിലും ഒരു സ്ക്രീൻ അഡിക്ഷൻ എന്ന് പറയുന്ന ഒരു പ്രശ്നം ഇന്ന് എല്ലാവരെയും വളരെ ബോധർ ഒരു വിഷയം. ആ വിഷയത്തിൽ നമുക്ക് എങ്ങനെ അതിനെ ഒരു ഫലപ്രദമായ രീതിയിൽ അതിനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും എന്നൊരു വിഷയം എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്ന വിഷയമാണ്. അതിലേക്കാണ് ശരിക്കും നമ്മളെ ഈ ഒരു ടോപ്പിക്കിന്റെ തന്നെ മർമ്മം ശരിക്കും ഇതാണ്. നമ്മൾ പറഞ്ഞ ഈ കാഴ്ചകളും ഈ പറഞ്ഞ ഇൻഫ്ലുവൻസ് ഒക്കെ പറഞ്ഞാലും അതിനെ ബ്രേക്ക് ചെയ്യാനുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഇതാണ്. ഇതിൽ ഏറ്റവും ആദ്യത്തെ ഇപ്പോൾ ഡോക്ടർക്ക് കറക്റ്റായിട്ട് അറിയുന്നതാവും നമ്മളൊരാൾ അഡിക്റ്റ് എന്ന് പറയുന്നത് എപ്പോഴാണ് ഒരാൾ അഡിക്റ്റ് ആവുന്നത്. ഇപ്പം ചില ആളുകളൊക്കെ ചിന്തിക്കുന്നത് എന്താ വെച്ചാൽ നേരത്തെ പറഞ്ഞല്ലോ ഞാൻ 8 വർഷം മദ്യപിച്ചു പക്ഷെ ഞാൻ അഡിക്റ്റഡ് ആണെന്ന് പറഞ്ഞല്ലോ. ഇതുപോലെ ശരിക്ക് നമ്മളൊരിക്കലും നമ്മൾ അഡിക്റ്റ് ആണെന്ന് ബോധ്യപ്പെടില്ല, നമുക്ക് പെട്ടെന്ന് ബോധ്യപ്പെടില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ റീഹാബിലിറ്റേഷൻ സെൻ്ററിൽ പോയി കഴിഞ്ഞാൽ പൊട്ടിച്ച് ഓടുന്ന ആളുകളൊക്കെയും എനിക്കിത് വേണ്ടാന്ന് പറയുന്ന ആളുകളാണ്. ഇവിടെ ശരിക്ക് ഈ കേൾക്കുന്ന എല്ലാവരും മനസ്സിലാക്കുക, ഈ തലമുറയിലെ ബഹുഭൂരിപക്ഷം ആളുകളും സോഷ്യൽ മീഡിയ അഡിക്റ്റുകളാണ്. അതങ്ങനെ പറയുമ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് കൂടെ ഒന്ന് മനസ്സിലാക്കണം. അതിൽ സ്ക്രീൻ ടൈം മാത്രമല്ല ശരിക്കും അതിൻ്റെ ഒരു മാനദണ്ഡം. പലപ്പോഴും ചില ആൾക്കാർ വിചാരിച്ചത് 10 മണിക്കൂർ ഉപയോഗിച്ചാൽ സ്ക്രീൻ ടൈമാണ് അതിൻ്റെ പ്രധാന. ശരിക്കും സ്ക്രീൻ ടൈം ഒരു ഭാഗമാണ്. സ്ക്രീൻ അമിതമായി ഉപയോഗിക്കുന്നത് ഒരു പ്രശ്നം തന്നെയാണ്. എത്രയാണ് ശരിക്കും നമ്മളൊരു ഐഡിയൽ സ്ക്രീൻ ടൈം എന്ന് ചോദിച്ചാൽ 2 hours താഴെ എന്നാണ് ശരിക്കും നമുക്ക് ഒരു സയൻറ്റിഫിക്കലി പറയാൻ പറ്റുന്നത്. അതിൽ സയൻറ്റിഫിക്കലി ഒന്നും പറയാൻ പറ്റില്ല കേട്ടോ. കാരണം ഫോൺ ഉപയോഗിക്കുന്നതിൽ അങ്ങനെ ഒരു ഇത് നമുക്ക് കുറേ പഠനങ്ങൾ വെച്ച് പറയാവുന്നത് 2 hours താഴെ എന്നുള്ളതാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇപ്പോൾ 5 മണിക്കൂർ ജോലി ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ആളുകളുണ്ടാവും. അവരെ പറ്റിയല്ല നമ്മളിപ്പോൾ അവരെ പറ്റി പറയുന്നതല്ല ഈ കാര്യങ്ങൾ. ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ സ്ക്രീൻ ടൈം നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടി എന്നുള്ളത് തന്നെയാണ്. ഫോർ വാട്ട് എന്നുള്ള ചോദ്യം തന്നെയാണ്. അവിടെ ശരിക്ക് സോഷ്യൽ മീഡിയ ആപ്പുകൾ ഉപയോഗിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ബാധകമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് സോഷ്യൽ മീഡിയ ആപ്പുകളിലെ സ്ക്രീൻ ടൈം എന്ന് പറയുന്നത് പലപ്പോഴും ഈ പറഞ്ഞ എൻഡ്ലെസ് സ്ക്രോളിംഗ് ആണ്. നമ്മളൊരു എൻഡ്ലെസ് പേജ് എന്ന് പറഞ്ഞ പോലെ എന്തുകൊണ്ടാണ് റീൽസ് ഇങ്ങനെ എന്തുകൊണ്ടാണ് റീൽസ് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്നതും സ്റ്റാറ്റസ് ഇങ്ങനെ തട്ടുന്നതും ആക്കിയത്? അതിന് പിന്നെ ഒരു സയൻസ് ഉണ്ട്. ഇപ്പോൾ ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കിൻ്റെയൊക്കെ ഒരു ഓണേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ പറയുന്നുണ്ട് അവരുടെ വീട്ടിലേക്ക് അവർ കയറി ചെന്ന് ഇപ്പോൾ നമ്മൾ പറയാൻ അൽഗോരിതം ആണല്ലോ പറയാറ്. അൽഗോരിതം വെച്ച് അവർ ഫീഡ് ചെയ്തതിന് ശേഷം വീട്ടിലേക്ക് ചെന്നിട്ട് അവർ തന്നെ അഡിക്റ്റ് ആവുന്ന ഒരു അവസ്ഥയിലേക്ക് അവർ മാറുന്നുണ്ടെന്ന് പറയാറുണ്ട്. അപ്പോൾ ശരിക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ പറയാനുള്ളത് എന്താ വെച്ചാൽ ഒന്ന് നമ്മൾ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത് വാച്ച് ചെയ്യണം. അവിടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇപ്പോൾ യൂട്യൂബ് ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ സബ്സ്ക്രിപ്ഷൻ നിർബന്ധമായി വാച്ച് ചെയ്യണം. മാത്രമല്ല പറ്റുകയാണെങ്കിൽ നിങ്ങളെ ഹിസ്റ്ററി ഓഫ് ചെയ്തിടുക. ഹിസ്റ്ററി ഓഫ് ചെയ്തിരുന്നത് എന്തിനാണെന്നറിയോ? അത് ഇവിടെ പറയുന്ന ഒരു ഡാഹിപ്പ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നുമല്ല, മറിച്ച് ഇതിൽ ഹിസ്റ്ററി ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ ബേസിക് റെക്കമെൻഡേഷൻ പേജ് വർക്ക് ചെയ്യില്ല. ഞാനിതൊരു പ്രാക്ടിക്കൽ കാര്യം പറയാം കേട്ടോ. റെക്കമെൻഡേഷൻ പേജിൻ്റെ പ്രത്യേകത നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ അൽഗോരിതം വർക്ക് ചെയ്യുന്നതിൻ്റെ അത്ഭുതം നമ്മൾ ഈവൻ പോസ് ചെയ്യുന്നത് പോലും അൽഗോരിതം വാച്ച് ചെയ്യുന്നുണ്ട്. നമ്മൾ സെലക്ട് ചെയ്യണമെന്നില്ല. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ ഒരാൾ നിർത്തി ആ സ്റ്റേജിൽ എന്താണ് ആ അക്കൗണ്ടിലേക്കൊന്നും പോയിട്ടില്ല, പോസ് ചെയ്യുന്ന സെക്കൻഡ്സ് പോലും അൽഗോരിതം വാച്ച് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് റെക്കമെൻഡേഷൻസ് നമ്മൾ പേടിക്കണം. നമുക്ക് സെർച്ച് ചെയ്ത് കാണാം. യൂട്യൂബിൽ നമ്മൾ സെർച്ച് ചെയ്യുന്നു, അപ്പോൾ സബ്സ്ക്രിപ്ഷൻ പേജിൽ നമുക്ക് നല്ല ദീനിയായ കാര്യങ്ങളൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം, എന്നിട്ട് നമുക്കത് ഉപയോഗിക്കാം. വാട്സപ്പിൽ നോട്ടിഫിക്കേഷൻസ് പ്രധാനമായിട്ടും ഈ സോഷ്യൽ മീഡിയ നോട്ടിഫിക്കേഷൻസ് ഓഫ് ചെയ്തിടുക. ഇമ്പോർട്ടൻറ്റ് നോട്ടിഫിക്കേഷൻസ് ഓണാക്കാനുള്ള ഒരുപാട് വഴികൾ സോഷ്യൽ മീഡിയയിൽ തന്നെ ഉണ്ട്. നമുക്ക് ഇമ്പോർട്ടൻസ് ആയ കോൺടാക്ട്സ് മാത്രം നോട്ടിഫിക്കേഷൻസ് ഓണാക്കിടാൻ പറ്റും. ഇത് പറയുന്നത് എന്താണെന്നറിയോ? ഇതാണ് പരിഹാരമായിട്ട് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത്. ആളുകൾക്ക് ഇത് നിസ്സാരമായി കാണും, പക്ഷെ ഇത് നിസ്സാരമല്ല. ഇത് ആദ്യം ഒരു വിത്ഡ്രോൾ സിംറ്റം ഉണ്ടാവും. ഏതൊരു കാര്യത്തിനും അഡിക്ഷൻ ആയി കഴിയുമ്പോൾ നമുക്കൊരു വിത്ഡ്രോൾ സിംറ്റം ഉണ്ടല്ലോ, അത് പിന്നീട് ഓണാക്കും. നമ്മൾ ചിലപ്പോൾ ഉണ്ടാവും ഈ ഫോക്കസ് ടൈം എന്നൊക്കെ പറഞ്ഞിട്ട് ലോക്ക് ചെയ്തിടും. നമുക്കാളിപ്പോൾ ലോക്ക് അറിയാം, നമ്മൾ തന്നെ പോയി അൺലോക്ക് ചെയ്യും. അപ്പോൾ അതൊരു കാര്യമാണ്. രണ്ടാമത്തത് സോഷ്യൽ എൻഗേജ്മെൻറ്റിന് ഇത് ബാധിക്കുന്നുണ്ട്. ഇതാണ് ശരിക്കും അഡിക്ഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടർ. നമ്മുടെ ഭക്ഷണ ഇടങ്ങളിൽ നമ്മുടെ തീന്മേശകളിലേക്ക് ഫോൺ വരുന്നു, നമ്മുടെ ബെഡ്റൂമുകളിലേക്ക് ഫോൺ വരുന്നു, കുട്ടികളുമായി ഇരിക്കുന്ന ഇടങ്ങളിലേക്ക് ഫോൺ വരുന്നു. ഒരിക്കലും പാടില്ല. ഞാനിത് ബോധപൂർവം പറയുന്ന വാക്കാണ്. ഫാമിലി ടൈമിനെ കവരുന്ന സ്ക്രീൻ അഡിക്ഷൻ അത് വലിയ അപകടം ഉണ്ടാക്കും. അപ്പോൾ നമ്മളിപ്പോൾ 9 മണിക്കാണ് നമ്മൾ ഈ പ്രോഗ്രാം നടക്കുന്നത്. ഇതിപ്പോൾ ഫോണിലാണല്ലോ എല്ലാവരും കാണുന്നുണ്ടാവുക. ഞാൻ പറയുന്നത് ഇത്തരം ഒരു കാര്യങ്ങൾക്കല്ലാതെ നമ്മളിപ്പോൾ എന്തൊരു ഒഫീഷ്യൽ കാര്യങ്ങൾ പ്രൊഫഷണൽ കാര്യങ്ങളല്ലാതെ സോഷ്യൽ മീഡിയ സ്ക്രോളിങ്ങുകൾ പരമാവധി ഇപ്പോൾ പ്രൊഫഷണൽസ് ആണുള്ളത് കേൾക്കുന്നത് ഒരു പോസ്റ്റ് 6 o'clock 6 PM ശേഷം ഒഴിവാക്കുക. അത് നമ്മുടെ പ്രൊഫഷണൽ ലൈഫിനെയും ബാധിക്കും. പിറ്റേ ദിവസം രാവിലെ പോയാൽ നമ്മളത് ബാധിക്കുന്നുണ്ട്. അതാണ്. രണ്ടാമത്തത് ഇപ്പോൾ കുട്ടികളെ കാര്യങ്ങളാണ് പ്രധാനമായിട്ട് പറയുക. കുട്ടികളുടെ അഡിക്ഷനെ കുറിച്ച് പറയാം. അവിടെയാണ് ശരിക്ക് ഇത് ഉപയോഗിക്കുന്ന രീതിയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പൊതുവിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ ഫോൺ ഉപയോഗിക്കുന്ന ആളുകളൊക്കെ കടന്നുകൊണ്ട് നമുക്ക് ഏറ്റവും എളുപ്പമുള്ള പോസ്റ്ററാണ് ഈ ചെരിഞ്ഞിരിക്കുക കിടക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത്തരം പോസ്റ്ററുകൾ വലിയ അപകടം ചെയ്യും. അതുകൊണ്ടാണ് ഇരുന്ന് കൊണ്ട് ഫോൺ ഉപയോഗിക്കാൻ നിർബന്ധമായി ശ്രദ്ധിക്കുക. ഇരിക്കാതെ പറഞ്ഞാൽ നമ്മൾ ചേർന്ന് ഉപയോഗിച്ചോട്ടെ. അപ്പോൾ എന്താണെന്ന് അറിയോ, കുറച്ച് നേരം കഴിഞ്ഞ് നമുക്ക് ഇടുപ്പ് കടയും.
അപ്പോൾ നമ്മളൊന്ന് ശരിയാൻ നോക്കും. അപ്പോൾ അതിനർത്ഥം എന്താ അറിയോ, അത് അലാമാണ്, അത് എടുത്തു വെക്കാനായി, ഒന്ന് പോസ് ചെയ്യണമെന്നാണ്. ഇപ്പോൾ പല ടെക്നിക്ക് പൊമോഡോറോ ഓരോ ടെക്നിക്കുകളൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതൊരു രണ്ടാമത്തെ ഭാഗമാണ് ഇതിൻ്റെ ഒരു ഫിസിക്കൽ യൂസേജ് എന്നുള്ളത്. അപ്പോൾ കിടന്നുകൊണ്ടുള്ള ഫോൺ യൂസേജ് ഇറ്റ്സ് ബാൻഡ്, നമ്മളത് നിരോധിച്ചിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ബെഡ്റൂമിലേക്ക് ഫോണിന് പ്രവേശനമില്ല എന്നുള്ളതാണ് ഏറ്റവും അവസാനത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഈ അഡിക്ഷനുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ നമുക്ക് പറയാനുള്ളത് ഇതിലൊരു അൾട്ടർനേറ്റീവ് ആണ്. ഫോൺ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തെ അത്രയും സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പലപ്പോഴും കുട്ടികൾക്ക് പറയും വായിച്ചൂടെ വായിക്കും. ഞാൻ പലപ്പോഴും ആലോചിക്കട്ടെ, എന്താ ഈ പറയുന്നതിൻ്റെ അർത്ഥം? നമ്മൾ ഈ ഫോൺ ഇങ്ങനെ പിടിച്ചിട്ടാണ് പോയിരുന്ന വായിക്ക് എന്ന് പറയുന്നത്, അതൊരു വെറും പ്രഹസനാണ്. അവിടെ ശരിക്ക് നമുക്ക് ഇതിൻ്റെ ഈക്കോ സിസ്റ്റത്തെ ഒന്ന് മാറ്റണം. നമ്മളൊരു ബബിളിലാണുള്ളത്, ശരിക്കും സോഷ്യൽ മീഡിയ ബബിൾ. നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ തന്നെ കാണിച്ചു തരുന്നു, നമ്മുടെ ഒരു അൽഗോരിതം അങ്ങനെ വർക്ക് ചെയ്യുന്നു. അവിടെ ശരിക്ക് ഇതിനെ മാറ്റുമ്പോൾ നമ്മുടെ വീടിൻ്റെ സിസ്റ്റം മൊത്തം മാറണം. അവിടെ ഞാൻ നിർബന്ധമായി പറഞ്ഞു, കുട്ടികളിൽ ഫോൺ അഡിക്ഷൻ എന്ന് പറഞ്ഞ രക്ഷിതാക്കളിൽ ആരെങ്കിലും ഒരാൾ പുസ്തകം വായിക്കാത്തവരാണെങ്കിൽ ഇന്ന് നിങ്ങൾ ആ പരാതി അവസാനിപ്പിക്കണം. കാരണം റീഡിങ് എന്നുള്ളത് ഒരു ആൾട്ടർനേറ്റീവ് ആണെങ്കിൽ അത് ആദ്യം തുടങ്ങേണ്ടത് നമ്മളാണ്. നമ്മൾ തുടങ്ങിയിട്ടാണ് കുട്ടികൾ പ്രാവർത്തികമാണ്. ഞാൻ അത്ഭുതപ്പെട്ടൊരു കാര്യം, ഇപ്പോൾ നമ്മളെ തന്നെ സുഹൃത്ത്, ഇപ്പോൾ ഇത് കാണുന്ന ഒരാളായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഞാൻ പോയ സമയത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിലെ കുട്ടികൾ ഹോം സ്കൂളിങ്ങുള്ള കുട്ടികളാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഹോം സ്കൂളിങ്ങിലെ കുട്ടികൾ ഞാൻ വീട്ടിൽ പോയപ്പോൾ ബുക്കുകളുടെ ഒരു ശേഖരമാണ്. അപ്പോൾ മൂപ്പര് അടുത്ത് വന്നിട്ട് പറഞ്ഞു, ബുക്ക് വാങ്ങിക്കൊടുത്ത് ഇടങ്ങാറായി പറഞ്ഞു. ഞാൻ ആദ്യമായിട്ട് കേൾക്കണം, ഈ തലമുറയിൽ ബുക്ക് വാങ്ങിക്കൊടുത്ത് ഇടങ്ങാറായ ഒരു മനുഷ്യനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ ഇദ്ദേഹം ചോദിച്ചപ്പോൾ പറഞ്ഞത് അറിയോ, ഇവരെ വീട്ടിലെ പ്രധാന പണി എന്താ വെച്ചാൽ നമ്മൾ ഇന്ന് മൊബൈൽ ഉപയോഗിക്കുന്നതിനെ ഇവർ റീപ്ലേസ് ചെയ്ത് ബുക്കാക്കി. വാപ്പയും അമ്മയും ബുക്ക് വായിക്കാൻ തുടങ്ങിയപ്പോൾ കുട്ടികൾ ബുക്ക് വായിക്കാൻ തുടങ്ങി. ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലേക്ക് മാറുന്ന പോലെ കുട്ടികൾ ബുക്കിലേക്ക് മാറാൻ തുടങ്ങി. സ്വാഭാവികമായിട്ടും ആ വീടിൻ്റെ കൾച്ചർ തന്നെ നമുക്ക് ആ വീട്ടിലേക്ക് പോയാൽ കിട്ടുന്ന ഒരു ട്രാൻക്വിലിറ്റി ഉണ്ട്. നമ്മൾ പറയുന്നൊരു കോണ്ടന്റ്മെന്റ് ഉണ്ടല്ലോ, അവരുടെ സ്വഭാവത്തിൽ അവരുടെ അത് ശരിക്കും നമ്മൾ അനുഭവിച്ചറിയണം. അപ്പോൾ ആൾട്ടർനേറ്റുകൾ യഥാർത്ഥത്തിൽ നമ്മൾ ആദ്യം തുടങ്ങണം എന്നുള്ളതാണ്. അത് നമ്മുടെ വീട്ടിലെ സംസ്കാരത്തെ മൊത്തമായി മാറ്റും. അതിൽ തന്നെ ചേർത്ത് വായിക്കേണ്ടത് നമ്മൾ ഇതിലെ ചർച്ചകളൊന്ന് കുറയ്ക്കണം. ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന ഈ ചപ്പും ചവറുമാണ് നമ്മുടെ ചർച്ചകളായി മാറുന്നത്. ഈ എലക്ഷൻ വരുന്നു, ഇപ്പോൾ ഇന്ന് നമ്മുടെ ഈ ഗോവിന്ദചാമി അറസ്റ്റ് ചെയ്യപ്പെട്ടല്ലോ, ഒരു കേരളത്തിൽ പ്രമുഖമായ ചാനൽ പിന്നാലെ ഞാൻ വിചാരിച്ചു കിണറിലേക്ക് ചാടുന്നു. ഗോവിന്ദചാമി ചാടിയപ്പോൾ ഇവരും കിണറിലേക്ക് ചാടുമെന്ന് ഞാൻ വിചാരിച്ചു. കാരണം ഇതാണ് ഇവിടുത്തെ സെൻസേഷനിസം നമ്മളതിനെ പറയും. അപ്പോൾ അതിൻ്റെ പിന്നാലെ നമ്മൾ പോകരുത്. ഇവിടെ ഇലക്ഷനൊക്കെ നടന്നോളൂ, നമ്മൾ പോയി വോട്ട് ചെയ്താൽ മതി. അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ ഫോളോ അപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ വേറെ പല ട്രെൻഡുകൾ നടക്കുമ്പോൾ ഒരു അവിഹിതം നടക്കുന്നു, അത് മൊത്തം ചർച്ച. ഇവിടെ വേറെ എന്തെങ്കിലും സോഷ്യൽ മീഡിയ ട്രെൻഡുകൾ വരുന്നു, അത് മൊത്തം ചർച്ച. അപ്പോൾ ഈ പ്രൈം ടൈം ചർച്ചകളിലും ഇലക്ഷൻ വാർത്തകളിലും അല്ലെങ്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലും സെൻസേഷനുകളിലും നമ്മൾ ഒതുങ്ങാതിരിക്കുക. നമ്മുടെ ചർച്ചകൾ അതിൽ നിന്ന് മാറ്റി പിടിക്കുക എന്നുള്ളത്.